സാർ സത്യസന്ധമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ, ഈ എം.എ. ബേബി ഒരു മണ്ടൻ കമ്മ്യൂണിസ്റ്റ് ആണോ? ബേബിയേക്കാൾ മണ്ടൻ കമ്മ്യൂണിസ്റ്റുകൾ ലോകത്ത് ഒരുപാടുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ്റെ പിന്തുണയൊക്കെയാണ് എം.എ. ബേബിക്ക് കിട്ടുക, പാകിസ്ഥാൻ്റെ ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയൊക്കെ. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കമ്മ്യൂണിസം എന്ന് പറഞ്ഞ സാധനം തന്നെ തീർന്നു കഴിഞ്ഞു. CP ജോൺ പറയുന്നത് ഇന്ത്യയിൽ അവശേഷിച്ചിരിക്കുന്ന ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രി CP ജോൺ എന്നാണ്. CP ജോണിൻ്റെ കമ്മ്യൂണിസം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ CP ജോണും ഇല്ല, കട്ടിൽ ചെറുതാണെങ്കിലും കാല് 4 എന്ന് പറയുന്ന രീതിയിൽ പാർട്ടി കോൺഗ്രസ് നടത്താറുണ്ട്, പ്ലീനം നടത്താറുണ്ട്, ഈ വക സാധനങ്ങൾ എല്ലാ സംഭവങ്ങളും ചെയ്യാറുണ്ട്. മനുഷ്യർക്ക് ഒരിക്കലും മനസ്സിലാകാത്ത രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രസ്താവനകൾ അച്ചടിച്ചിറക്കാറുണ്ട്. അതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബേബിയും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബേബി ഇന്ന് വരെ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരാൾക്കത് മനസ്സിലായിട്ടില്ല. ഈ ഇന്ത്യ കണ്ടേക്കുന്ന ഏറ്റവും വലിയ ജനകീയ നേതാവ്, ജനങ്ങളുമായി സംവദിച്ചൊരു നേതാവ് എന്ന് പറഞ്ഞാൽ ഒരു സംശയം വേണ്ട, മഹാത്മാഗാന്ധിയായിരുന്നു. കാരണം ആ കാലം, ഇന്നിപ്പോൾ കമ്മ്യൂണിക്കേഷൻ കുറേ കൂടി ഈസിയാണ്. കാരണം ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ലിങ്കുകളുണ്ട്. പിന്നെ അത് തന്നെയല്ല, എല്ലാവരും തന്നെ ലിറ്ററസി റേറ്റൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അവരോട് സംസാരിക്കാൻ പറ്റും. ഇത് നിരക്ഷരായിരുന്ന മനുഷ്യരോട് സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളവരാണ്. ആ ഗാന്ധി പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ മനുഷ്യരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയുന്നൊരു കാര്യം അവർക്ക് ഡയറക്റ്റായിട്ട് മനസ്സിലാകണമെന്നുള്ളതാണ്. ഇപ്പോൾ ഈ മരിയൻ അലക്സാണ്ടർ ബേബി തീർച്ചയായിട്ടും ബൈബിൾ വായിച്ചിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. മനസ്സിലാക്കിയിട്ടെന്ന് ഞാൻ പറയുന്നില്ല, വായിച്ചിരിക്കും. ഒരു ലോകം കണ്ട ഏറ്റവും ബ്രില്യൻ്റായ കമ്മ്യൂണിക്കേറ്റേഴ്സിൽ ഒരാൾ യേശുദേവനായിരുന്നു. ശ്രീകൃഷ്ണൻ, യേശുദേവൻ, മഹാത്മാഗാന്ധി, ഇവരാണ് ഏറ്റവും ബ്രില്യൻ്റായ കമ്മ്യൂണിക്കേറ്റേഴ്സ്. കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ മുക്കുവർ വന്നുകൊണ്ട്, നിരക്ഷരായ മുക്കുവർ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, കർത്താവ് എന്താണ് ഈ സ്വർഗരാജ്യം? അവരോട് സംസാരിക്കണം. അപ്പോൾ അതിന് യേശുദേവൻ അവരോട് പറഞ്ഞ മറുപടി, എല്ലാ മീനും ഉൾക്കൊള്ളുന്ന വലക്ക് സമം. ഓൾ ഇൻക്ലൂസീവ്നെസ് ആണെന്ന് ഇതിനേക്കാൾ മനോഹരമായി മുക്കുവന്മാരോട് പറഞ്ഞു കൊടുക്കാൻ ലോകത്തൊരാൾക്കും കഴിയില്ല. ഒരു പട്ടാളക്കാരന് എവിടെയും ഒരു പരിമിതിയുണ്ട്. അയാൾ ഏത് റാങ്കിലുള്ള പട്ടാളക്കാരനായാലും പട്ടാളക്കാർക്ക് എല്ലാവർക്കും ഒരു പരിമിതിയുണ്ട്. അതുകൊണ്ട് ഒരു പട്ടാളക്കാരന് ഒരു പരിധി വിട്ടപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. അതിൽ ഏത് റാങ്കിലുള്ള പട്ടാളക്കാരനായാലും ഒരു ഹയർ പ്ലെയിനിലേക്ക് ലോകത്ത് ഇന്ന് വരെ ഒരു പട്ടാളക്കാരനും എത്തിയിട്ടില്ല. ഏറ്റവും വലിയ പട്ടാളക്കാരൻ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് അല്ലെങ്കിൽ യൂറോപ്പിൽ നമ്മൾ കാണുന്ന പോലെ ഏറ്റവും വലിയ പട്ടാളക്കാരൻ നെപ്പോളിയനാണ്. പക്ഷേ എല്ലാ നെപ്പോളിയന്മാർക്കും ഒരു വാട്ടർലൂ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പരിമിതി സ്വാഭാവികമായിട്ട് വന്നുപെടും. പക്ഷേ ആ പട്ടാളക്കാരനാണ് അദ്വൈത വേദാന്തം പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അയാളോട് യുദ്ധത്തിൻ്റെ ഇമേജറിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ആ ഭാഷ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ഭഗവത്ഗീതയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ ഉത്തിഷ്ഠ പരന്തവ എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് അതേ മനസ്സിലാവുള്ളൂ. ഒരു ഋഷിയോട് സംസാരിക്കുന്ന, വേദാന്തം പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരാളോട് സംസാരിക്കുന്ന സാങ്കേതിക ഭാഷയിൽ അയാളോട് സംസാരിക്കാനേ പറ്റില്ല. അയാൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്നത് യുദ്ധത്തിൻ്റെ ഭാഷയാണ്. ആ യുദ്ധത്തിൻ്റെ ഭാഷ ഉപയോഗിച്ചിട്ട് യുദ്ധത്തിന് അതീതമായി നിൽക്കുന്നൊരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതുപോലെ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആരായിരുന്നാലും അയാൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നവന് മനസ്സിലാകണം. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് 2 തരത്തിലുള്ള നേതാക്കളുണ്ട്. ഒന്ന് ഒരിക്കലും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയാത്തവരും, വേറൊന്ന് എളുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നവരും. അങ്ങനെ എളുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു മാവോ സേതുങ്. അയാൾക്ക് എന്തെല്ലാം ദൂഷ്യങ്ങളുണ്ടെങ്കിലും ചൈനക്കാരോട് അവരുടെ ഭാഷയിൽ സംസാരിക്കുകയും അവരെ കൊണ്ട് അയാൾ വലിയ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്ത ഒരാളാണ്. ഈ മയക്കുമരുന്നിൽ നിന്നും കറുപ്പിൽ നിന്നും ചൈനയെ രക്ഷപ്പെടുത്തിയ ഒരാൾ മാവോ സേതുങ് ആണ്. നമ്മൾ അതും കൂടി നോക്കണം. അയാളുടെ ബാക്കിയൊക്കെ ദോഷം പറയുമ്പോൾ ഈ ഒരു നന്മ നമ്മൾ കാണാതെ പോകരുത്. ഹോച്ചിമിൻ ഇതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് ലാംഗ്വേജിൽ സംസാരിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ ഒരിക്കലും ഡയറക്റ്റ് ലാംഗ്വേജിൽ സംസാരിച്ചിട്ടില്ല. ഒരാളും സംസാരിച്ചിട്ടില്ല.
അങ്ങനെ ഡയറക്റ്റ് ലാംഗ്വേജിൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലാംഗ്വേജിൽ സംസാരിക്കാൻ കഴിയാത്ത ഒരാൾ ആരാണെന്ന് വെച്ചാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന 2 പേരുണ്ട്. ഒന്ന് എം.എ. ബേബിയും പിന്നെ ഒന്ന് ഗോവിന്ദൻ മാഷും. ഇവർ 2 പേര് പറഞ്ഞാലും ഒരാൾക്കും മനസ്സിലായില്ല. ഇപ്പോൾ ഇവരുടെ പാത പിന്തുടർന്നുകൊണ്ട് ആ ഇതിൻ്റെ LDFിൻ്റെ കൺവീനർ ഉണ്ടല്ലോ, എന്താ അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹവും ഈയിടെ പറയുന്നത് കേട്ട്, ഒരു സാങ്കേതികത്വം പറയുന്നത് കേട്ട്. അപ്പോൾ അതുകൊണ്ട് ബേബി എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നുള്ള കാര്യം ഇന്ത്യയിൽ ഒരാൾക്കും മനസ്സിലായില്ല, ബേബിക്കും മനസ്സിലായില്ല. അതുകൊണ്ട് ആ പ്രശ്നമില്ല. പക്ഷേ ബേബി അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്നത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകളിൽ നിന്നുള്ള ആരുടെയെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് അല്ല, പാകിസ്ഥാൻ കമ്മ്യൂണിസ്റ്റുകളുടെയും ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റുകളുടെയും സർട്ടിഫിക്കറ്റ്സാണ്. അത് വേണോ എന്നുള്ള കാര്യം ബേബി ആലോചിക്കേണ്ടതാണ്. കാരണം പാകിസ്ഥാൻ ഇന്ത്യയുടെ ശത്രു രാജ്യമാണ്. പാകിസ്ഥാനിലെ കമ്മ്യൂണിസ്റ്റ് ആയാലും പാകിസ്ഥാനിലെ ഏത് പാർട്ടിക്കാരനായാലും അവരെല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്നത് ഇന്ത്യ തകർന്ന് തരിപ്പണമാകണമെന്നാണ്. അതിൽ കമ്മ്യൂണിസ്റ്റും നോൺ കമ്മ്യൂണിസ്റ്റും തമ്മിലൊരു വ്യത്യാസമില്ല. പാകിസ്ഥാനിൽ തന്നെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒന്നും ചെയ്യാനില്ല. കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊന്നുകളയും. അപ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സപ്പോർട്ടാണ്. ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് പരിഹാസമല്ലേ ഉള്ളത്. ആ ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റുകാരുടെയും പാകിസ്ഥാൻ കമ്മ്യൂണിസ്റ്റുകാരുടെയും സാക്ഷ്യപത്രമാണ് ബേബി കൊണ്ടു നടക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ. ഇനി ഇന്ത്യയിൽ എവിടെയാണ് കമ്മ്യൂണിസ്റ്റുകാരുള്ളത്? ഒരു സ്ഥലം പറഞ്ഞു തരൂ. ഇന്ത്യയിൽ 4 സ്റ്റേറ്റിലാണ് ഇവർ ആദ്യം മുന്നേറിയത്. ഒന്ന് ആന്ധ്ര, ആദ്യകാലത്ത് തെലുങ്കാന വിപ്ലവമൊക്കെ വന്നത് നിങ്ങൾക്കറിയാമല്ലോ. മറ്റേ ഇത് എന്താണ് BT രണദിവേ തീസിസ് BT രണദിവേ തീസിസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. മിലിറ്ററി സായുധ വിപ്ലവം നടത്തി ഇന്ത്യയുടെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ഇറങ്ങി തെണ്ടി തിരിഞ്ഞ് തിരുവല്ലം കെട്ട് നട്ടെല്ലും വളച്ച് എല്ലാം കൂടി കഴിഞ്ഞ് ഇടിച്ച് വന്ന് അവിടെ നിന്ന്. പിന്നെ അത് വളർന്ന സ്ഥലം ഒന്ന് കേരളം, പിന്നെ ബംഗാൾ, പിന്നെ ത്രിപുര. ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോഴില്ല, 0 ഇപ്പോൾ BJP അധികാരത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് പാർട്ടി ഓഫീസുകൾ തിരിച്ചു കിട്ടി. കാരണം ഗുണ്ടകൾ ഒഴിഞ്ഞു പോയപ്പോൾ ഇവർ കയറിയിരുന്നിട്ടുണ്ട്. ഇവരും ഗുണ്ടകളായിരുന്നു, പക്ഷേ ഇവരെക്കാൾ വലിയ ഗുണ്ടകൾ വന്ന് TMCയിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവർ പുറത്തുപോയി. ബംഗാളിലില്ല. ത്രിപുരയിൽ തിരിച്ചു വരാനുള്ള സ്കോപ്പില്ലാത്ത വിധത്തിൽ നശിച്ചു കഴിഞ്ഞു. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉരുക്കു കോട്ടയായിട്ട് നിന്നിരുന്ന സ്ഥലം ഏതാണ്? കണ്ണൂരായിരുന്നു. കണ്ണൂരും കാസർഗോഡിൻ്റെ കുറേ ഭാഗങ്ങളുമായിരുന്നു. തകർന്ന് തരിപ്പണമായി. ഇപ്പോൾ ഏതാണ്ട് ഈ പഴയ കാലത്ത് ഈ കേശവദേവിൻ്റെ ഒരു നോവലുണ്ട്, റൗഡി എന്ന് പറഞ്ഞിട്ട്. കേശവദേവിൻ്റെ നോവലിലെ റൗഡികളെയാണ് ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളിരുന്ന് സംസാരിക്കുമ്പോൾ ഓർമ്മ വരുന്നത്. പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണെന്നൊക്കെ എന്ത് ധൈര്യത്തിലായിരുന്നു പറയണമെന്നൊരു പിടിയില്ല. അപ്പോൾ അങ്ങനെ ഇനി എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ സമരം ചെയ്ത് അത് നോക്കണ്ടേ? ഒരു കമ്മ്യൂണിസ്റ്റുകാരന് വേണ്ടിയിട്ടും ആയിരുന്നില്ല സമരം. പിണറായി വിജയൻ്റെ 2 മക്കളും SFIയിൽ പോലും പ്രവർത്തിച്ചിട്ടില്ല, വിദ്യാർത്ഥികളായിരിക്കുന്ന സമയം. എന്താ കാര്യം എന്ന് വെച്ചാൽ SFIക്ക് പ്രവേശനമില്ലാത്ത സ്വാശ്രയ സ്ഥാപനങ്ങളിലാണ് അവർ പഠിച്ചത്. വിദ്യാഭ്യാസം പൂർത്തിയാക്കി കഴിഞ്ഞിട്ട് അവർ നേരെ പോയത് ബിസിനസ്സിലേക്കാണ്, വിദേശത്ത്. പക്ഷെ മകളും വിദേശത്തായിരുന്നു അല്ലേ, ഇടയ്ക്കൊക്കെ. പക്ഷേ എന്നാലും മകൾ കേരളം അല്ലെങ്കിൽ ഇന്ത്യയിൽ ബേസ് ചെയ്തുകൊണ്ടും ബാംഗ്ലൂർ ബേസ് ചെയ്തുകൊണ്ടുള്ള ബിസിനസ്സും മകൻ ഗൾഫിൽ ബേസ് ചെയ്തുകൊണ്ടുള്ള ബിസിനസ്സിലുമാണ് പോയിട്ടുള്ളത്. ഇവർ പാർട്ടി മെമ്പർമാരാണോ എന്ന് എനിക്കറിയില്ല. അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം പാർട്ടി മെമ്പറാണെങ്കിൽ പിണറായിയുടെ മകനും ഗുരുവായൂർ പോകാൻ പറ്റില്ലല്ലോ, പരസ്യമായിട്ട് പോകാൻ പറ്റില്ല. ശാസിക്കും പാർട്ടി വിളിച്ചിട്ട്. ഗോവിന്ദൻ ശാസിക്കുമ്പോൾ ശാസനയാണോ അത് എന്താണെന്നുള്ള കാര്യം ആ ചെക്കന് മനസ്സിലായില്ല. അല്ല, പിണറായിയുടെ മകനായതുകൊണ്ട് ചിലപ്പോൾ കാല് പിടിച്ചായിരിക്കും ശാസിക്കുന്നത്. അതെ. അപ്പോൾ ഇവർ 2 പേരും പാർട്ടിക്കാരല്ല. പിന്നെ നടന്നത് എന്താണ്? നടന്നത് ലളിതമായൊരു കാര്യമാണ്. എന്താണത്? ഈ ED അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കേസിൽ പ്രതിഭാഗത്ത് നിൽക്കുന്ന ആളാണ്
അതിൻ്റെ പ്രതി എന്നല്ല, വേറെ എന്തൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. മലയാളത്തിൽ പറഞ്ഞാൽ പ്രതി എന്ന് പറയാം. പ്രതിഭാഗത്ത് നിൽക്കുന്ന ഒരാളാണ് വീണ തൈക്കണ്ടി. തായ്ക്കണ്ടി അല്ല, തൈക്കണ്ടിയാണ്. ആ വീണ തൈക്കണ്ടിയുടെ വീടാണ് റെയ്ഡ് ചെയ്തത്. ആ വീട്ടിൽ അപ്പോൾ പിണറായി വിജയൻ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ എന്നല്ല, റെയ്ഡിന് ചെല്ലുന്ന സമയത്ത് ആരെല്ലാം ആ വീട്ടിലുണ്ടോ അവർക്ക് ആർക്കും വീടിന് പുറത്തു പോകാൻ അവകാശം ഉണ്ടാകില്ല. അവരുടെ എല്ലാവരുടെയും കമ്മ്യൂണിക്കേഷൻ ഗാഡ്ഗറ്റ്സ് മുഴുവൻ ഇവർ കളക്ട് ചെയ്ത് വെക്കും. അത് ഫോൺ കളക്ട് ചെയ്ത് വെക്കും, മറ്റേ ലാപ്ടോപ്പ് കളക്ട് ചെയ്ത് വെക്കും, മറ്റേ എന്താണ് അതിൻ്റെ പേര്, ഈ ടി വി അല്ലല്ല, ടാബ് മൊബൈൽ എല്ലാം, കമ്പ്യൂട്ടർ അടക്കം എല്ലാം അവർ എടുത്തു വെക്കും. അത് എന്ത് ചെയ്യുന്നു വെച്ചാൽ വിജയൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വിജയൻ്റെ അതിൻ്റെ എടുക്കാതിരിക്കാൻ പറ്റില്ല, കാരണം ഒരു റെയ്ഡ് നടക്കുകയാണ്. അപ്പോൾ ആ റെയ്ഡ് നടക്കുന്ന സമയത്ത്, റെയ്ഡ് വേറെ ഒന്നുമില്ല, സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയയാണ് റെയ്ഡ് നടത്തിയിരിക്കുന്നത്. അവർക്ക് കുറേ രേഖകൾ കൂടി കിട്ടണമായിരുന്നു. അവർ ആ രേഖകളെല്ലാം കളക്ട് ചെയ്ത് പോയി. അത് 12 സ്ഥലത്ത് ചെയ്ത്. അപ്പോൾ ഇവർ താമസിക്കുന്ന വീടുകളിലാണ് റെയ്ഡ് നടന്നേക്കുന്നത്. അവരിപ്പോൾ താമസിക്കുന്ന വീടും അവർ സ്ഥിരമായി പോയി താമസിക്കുന്ന പിണറായിയിലെ വീട്ടിലുമാണ് റെയ്ഡ് നടന്നേക്കുന്നത്. മറ്റെവിടെ നിന്ന് അവർ ഒഴിഞ്ഞ് അവരെല്ലാം കൊണ്ടുവന്ന് കഴിഞ്ഞിങ്ങോട്ട്. ഇനിയിപ്പോൾ അവിടെ ഒന്നും ബാക്കി വച്ചിട്ടില്ല. അത് കാരണം അവിടെ റെയ്ഡും ഇല്ല. ഈ റെയ്ഡിനെതിരെയായിരുന്നു എന്ത് ചെയ്തത്, EDയുടെ ഉദ്യോഗസ്ഥരെ തല്ലിയത്. അവരുടെ ജീവൻ എടുക്കാൻ വേണ്ടി ആക്രോശിച്ചുകൊണ്ട് ചെന്നത്. അതിന് നേതൃത്വം കൊടുത്തത് ആരാണ്? കേരളത്തിൽ ഗോവിന്ദൻ മാത്രമല്ലല്ലോ, ശിവൻകുട്ടി ഉണ്ടായിരുന്നു, പിണറായി ഉണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇമോഷണലി ചാർജ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ജനതയോട് ഒരു നേതാവ് എന്താ ചെയ്യേണ്ടത്? ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു നേതാവ് എന്താ ചെയ്യേണ്ടത്? അക്രമം ഉണ്ടാക്കാത്ത അല്ല, നിങ്ങളെല്ലാം ശാന്തരായി പിരിഞ്ഞു പോകണം, വേറെ ഇപ്പോൾ ഇവിടെ യാതൊരു പ്രശ്നവുമില്ല, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് നിങ്ങളോട് സംസാരിക്കാമെന്ന് പറഞ്ഞവരെ പിരിച്ചുവിടേണ്ടതല്ലേ? അങ്ങനെ ഒരു വാചകം പിണറായി പറഞ്ഞിട്ടില്ല. പിണറായിയുടെ കുറ്റം അതാണ്. കാരണം തനിക്ക് വേണ്ടി വന്നിരിക്കുന്നു എന്ന് പറയുന്നവരോട് തനിക്ക് യാതൊരു പ്രശ്നവുമില്ല, തന്നെ ചോദ്യം ചെയ്തിട്ടില്ല എന്ന് പിണറായി അടുത്ത ദിവസം പറഞ്ഞ്. അപ്പോൾ പറയണ്ടേ യാതൊരു പ്രശ്നവുമില്ല, അവർ ചില ചോദ്യങ്ങൾക്ക് വേണ്ടി ചോദിച്ചു, അവരാ കാര്യങ്ങൾ കഴിഞ്ഞ് അവർ പോയാണ്, അവരെ ശാന്തരായിട്ട്, നിങ്ങൾ ശാന്തരായിട്ടിരിക്കണം, അവരെ പോകാൻ അനുവദിക്കണം എന്ന് പിണറായി പറഞ്ഞിരുന്നെങ്കിൽ ഇവരിത് ചെയ്യുമായിരുന്നില്ല. പക്ഷേ ഗോവിന്ദനും ശിവൻകുട്ടിയും ജോയിയും ആനാവൂർ നാഗപ്പനും പിന്നെ അതുപോലെ കാണുന്ന കുറേ ഉപഗ്രഹങ്ങളും എല്ലാം കൂടി ഇതിനെ ആക്രമിക്കുകയാണ്. ആ ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി ഡൽഹിയിൽ 8 പേരുമായിട്ട് പ്രകടനം നടത്തി എന്നുള്ളതാണ് ആര്? എം.എ. ബേബി. അവിടെ നിയമം ലംഘിച്ച് പ്രകടനം നടത്തിക്കഴിഞ്ഞാൽ ആരായാലും അറസ്റ്റ് ചെയ്യില്ലേ? ബേബിയെ അറസ്റ്റ് ചെയ്തതിന് കേരളത്തിലൊരു പ്രതിഷേധം ഉണ്ടായില്ല. കേരളത്തിലെ പ്രതിഷേധം പിണറായിക്ക് വേണ്ടിയാണ് ഉണ്ടായത്. ബേബിയെ ആരും മൈൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ ബേബിക്ക് പിന്നെ ബംഗാളിലില്ല, ത്രിപുരയിലില്ല, ഡൽഹിയിലാണെങ്കിൽ മഷിയിട്ട് നോക്കിയ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കിട്ടില്ല. എനിക്കൊരു രസകരമായിട്ടൊരു കാര്യം, എന്തിനാണ് ഡൽഹിയിൽ CPM ഓഫീസ് തുറന്നിരിക്കണമെന്ന് മനസ്സിലാവുന്നില്ല. കാരണം അവിടെ ആരും ഇല്ല. അവിടെ എത്രയോ കൊല്ലമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരും ഇല്ല. ഇപ്പോഴാണെങ്കിൽ അവിടെ ബംഗാളിൽ നിന്ന് ആൾ വരാനില്ല, ത്രിപുരയിൽ നിന്ന് ആരും വരാനില്ല. ആകെ ആൾ ചെല്ലാനുള്ള എവിടെ നിന്നാണ്? കേരളത്തിൽ നിന്നാണ്. ആ കേരളത്തിൽ നിന്ന് ചെല്ലാനുള്ളവർക്കാണെങ്കിൽ കേരളത്തിൽ ഇരുന്നാൽ പോരെ. ആകെ 10 പേരുള്ളത് ഇവിടെയാണ്. അപ്പോൾ ഈ രീതിയിൽ ഉള്ളത്, ഇവരെന്നും വിദേശ രാജ്യത്തിൻ്റെ അടിമയായിട്ട് ജീവിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അത് 1942 ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് നമ്മൾ അറിഞ്ഞതാണ്. ആദ്യം അമേരിക്കയും സഖ്യകക്ഷികളും കൂടി നടത്തിയ യുദ്ധം സാമ്രാജ്യത്വ യുദ്ധമായിരുന്നു. അന്ന് സാമ്രാജ്യത്വ യുദ്ധം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോൾ റഷ്യ അവരുടെ കൂടെ ചേർന്നു. ഓവർനൈറ്റ്, ഒറ്റ രാത്രി കൊണ്ട് സാമ്രാജ്യത്വ യുദ്ധം എന്തായിട്ട് ജനകീയ യുദ്ധമായിട്ട് മാറി. എന്നിട്ട് ആ ജനകീയ യുദ്ധത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരോടൊപ്പം നിന്നുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റുകൊടുത്ത പാരമ്പര്യമുള്ളതാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ.
ആ പാരമ്പര്യത്തിൻ്റെ നേരവകാശിയാണ് എം.എ. ബേബി എന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി തെളിയിച്ചു. കാരണം അദ്ദേഹത്തിന് എന്നും ആവശ്യം ഇന്ത്യക്കാരുടെ പിന്തുണയല്ല, വിദേശികളുടെ പിന്തുണയാണ്. പണ്ടും അത് തന്നെയായിരുന്നു. അതിൽ ഈ CPI എന്ന് പറഞ്ഞൊരു കക്ഷി, അതിൻ്റെ ആ CPI ഈ സോവിയറ്റ് യൂണിയൻ വന്ന കാലം തുടങ്ങി സോവിയറ്റ് യൂണിയൻ്റെ പാരസൈറ്റായിട്ട് ജീവിച്ചൊരു കക്ഷിയാണ്. അവിടെ നിന്നുള്ള ചില്ലറയൊക്കെ മേടിച്ച് കഴിഞ്ഞിരുന്നതാണ്. ഇപ്പോഴും പാരസൈറ്റാണ്. ഏതെങ്കിലും ഒരു പ്രബല രാഷ്ട്രീയ കക്ഷിയുടെ കൂടെ കൂടിയിട്ട് അതിൻ്റെ ചോരയും നീരും ഊറ്റി വലിച്ച് ജീവിക്കുന്നൊരു കക്ഷിയാണ്. അവർക്കും ഇതുപോലെ തന്നെ കുറേ പ്രതിഷേധങ്ങൾ കാണും. അപ്പോൾ ബേബിയുടെ ഈ പ്രതിഷേധം തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിന് യോജിച്ചതാണ്. കാരണം എന്നും കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യക്കെതിരാണ്, ഇന്നും എതിരാണ്.